കോട്ടയം തുറമുഖത്തെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കാനാകുമോ എന്ന പുതിയ സാധ്യതകൾ തേടി മാരിടൈം ബോർഡ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സംസ്ഥാനത്തെ ചരക്കു ഗതാഗത മേഖലയിൽ നിർണായക മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന പുതിയ പദ്ധതിയുമായി കേരള മാരിടൈം ബോർഡ് കോട്ടയം തുറമുഖത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി തൃക്കുന്നപ്പുഴ വഴി ജലപാതയിലൂടെ ബന്ധിപ്പിക്കാനാകുമോ എന്ന സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതു സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം തുറമുഖ അധികൃതർക്ക് മാരിടൈം ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിനകത്തെ ജലഗതാഗത ശൃംഖല കൂടുതൽ ശക്തിപ്പെടുകയും റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിന്റെ ഭാരം ഗണ്യമായി കുറയ്ക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരിക്കുന്ന സാഹചര്യത്തിൽ ഉൾനാടൻ മേഖലകളിൽ നിന്നുള്ള ചരക്കുകൾ കുറഞ്ഞ ചെലവിൽ തുറമുഖത്തേക്ക് എത്തിക്കാൻ പുതിയ വഴികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. കായലിലും കടലിലും ഒരുപോലെ സർവീസ് നടത്താൻ കഴിയുന്ന പ്രത്യേക ബാർജുകൾ ഉപയോഗിക്കാനാകുമോ എന്നതും ഈ പഠനത്തിന്റെ പ്രധാന വിഷയങ്ങളിലൊന്നാണ്. ജലനിരപ്പിലെയും കാലാവസ്ഥയിലെയും വ്യത്യാസങ്ങൾ പരിഗണിച്ച് ഇത്തരം ബാർജുകൾ ഉപയോഗിച്ചാൽ ചരക്ക് നീക്കം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. ദേശീയ ജലപാത 9 സമീപമാണ് കോട്ടയം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് പഴുക്കാനിലം വഴി ദേശീയ ജലപാത 3 പ്രവേശിക്കാൻ സാധിക്കും. തുടർന്ന് കൊല്ലം, കോട്ടപ്പുറം ദേശീയ ജലപാതയിലെ പ്രധാന കേന്ദ്രമായ തൃക്കുന്നപ്പുഴയിലെത്താം. ഈ പാതയാണ് വിഴിഞ്ഞം തുറമുഖവുമായി ജലമാർഗ ബന്ധം സ്ഥാപിക്കുന്നതിൽ നിർണായകമാകുന്നത്. തൃക്കുന്നപ്പുഴയിൽ വലിയ ലോക്ക് സംവിധാനമുണ്ട്. ജലനിരപ്പിലെ വ്യത്യാസങ്ങൾ മറികടന്ന് ജലയാനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഈ സംവിധാനം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കടലിലേക്കുള്ള സുഗമമായ പ്രവേശനത്തിന് ഇതിനു മുന്നിലുള്ള പൊഴിയുടെ ഭാഗം മുറിച്ചു മാറ്റേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച സാങ്കേതികവും പരിസ്ഥിതി സംബന്ധവുമായ പഠനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടക്കും. വിഴിഞ്ഞം തുറമുഖവുമായി ജലപാതാ ബന്ധം യാഥാർത്ഥ്യമായാൽ കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരള മേഖലകളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, റബ്ബർ, നിർമ്മാണ സാമഗ്രികൾ, വ്യവസായ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ റോഡ് ഗതാഗതത്തെ ആശ്രയിക്കാതെ നേരിട്ട് തുറമുഖത്തിലെത്തിക്കാൻ കഴിയും. ഇതിലൂടെ ഗതാഗത ചെലവ് കുറയുന്നതിനൊപ്പം ദേശീയപാതകളിലെ തിരക്കും മലിനീകരണവും കുറയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇതിനിടെ കോട്ടയം തുറമുഖത്തിന്റെ ഭരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. തുറമുഖ ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ കേരള മാരിടൈം ബോർഡിൽ നിന്ന് 2 പ്രതിനിധികളെ പുതുതായി ബോർഡിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. തുറമുഖത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്ന ശേഷം ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് സൂചന. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ അതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഉൾനാടൻ ജലപാതകളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാരിടൈം ബോർഡ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്നായാണ് കോട്ടയം വിഴിഞ്ഞം ജലപാത വിലയിരുത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.